ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പിങ്കിയെ കാണിക്കണം. അപ്പോൾ പിങ്കി എന്തൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിറ്റ ഓടി വന്നിട്ട്, പിങ്കി മോളെ ഈ സാരി കൊള്ളാവോ മോളെ? അപ്പോൾ പിങ്കി ആ സാരിയൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണേ. ആ സമയത്ത് എന്താ ചിറ്റേ, എന്താ പ്രത്യേകിച്ച് സാരിയൊക്കെ? അല്ല അല്ല ബന്ധുക്കാരെല്ലാവരും വരികയാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ സാരിയെ കൊടുത്തൊന്ന് തിളങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാവരെല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? നിന്റെ വയറ് കാണൽ ചടങ്ങല്ലേ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പിന്നെ നല്ല സാരി ഉടുക്കണ്ടേ? ഇതൊക്കെ ഇടുമ്പോഴേക്കും ആഹാ, എൻ്റെ വയറ് കാണൽ ചടങ്ങാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ചിറ്റയുടെയാണോ? ഒന്ന് പോടി. അല്ല ചിറ്റേ, ചിറ്റ എന്താ ഓരോ ദിവസം കഴിയും തോറും ചെറുപ്പക്കാരിയായി വരുന്നു എന്നാണ് ചിറ്റയുടെ തോന്നല്. ചിറ്റയ്ക്ക് ഇപ്പോഴും 18 വയസ്സെന്നാണ്. അയ്യടാ, പുതിയ സാരിയൊക്കെ കൊടുത്തു ഒരുങ്ങി മിനിങ്ങി നടക്കാനായിട്ട് പോകുന്ന ഒരാളെ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഭയങ്കരമായിട്ടും കളിയാക്കിയാണ്. അപ്പോഴാണ് നമ്മുടെ മോഹിനി അങ്ങോട്ട് വരുന്നത്. അപ്പം മോഹിനി ചോദിക്കണ, എന്താ ഇവിടെ പരിപാടി? ആ, ഞങ്ങൾക്ക് എന്താ ഇവിടെ ഒരിക്കലും പിടിക്കലൊന്നും പാടില്ലേ? ഇത് നല്ല കഷ്ടമായി പോയല്ലോ. ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ലേ? അല്ല, സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷേ എന്താണെന്ന് ചോദിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, ഇവളുടെ ഡാഡി വരാനായിട്ട് പോവുകയാണല്ലോ. ഡാഡിയും കുറേ ആൾക്കാരൊക്കെ വരും. വയറ് കാണൽ ചടങ്ങല്ലേ, അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അല്ല നിങ്ങൾക്ക് നാണമില്ലേ? അല്ല, കണ്ടു കഴിഞ്ഞാൽ തോന്നുമല്ലോ പിങ്കിയാണ് ആ കുഞ്ഞിൻ്റെ അമ്മയെന്നും പിങ്കിക്കാണ് ഇനി ആ കുഞ്ഞ് സ്വന്തമെന്നും എന്നൊക്കെ വിചാരിക്കുമല്ലോ. ആ, എന്താ അതുകൊണ്ട് എന്താ കുഴപ്പം? ആ ഒരു തീരുമാനത്തിന് വേണ്ടി തന്നെയാണ് എൻ്റെ അച്ഛനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇത് എൻ്റെ കുഞ്ഞാണ്, പിന്നെ എൻ്റെ മോക്കയുടെ കുഞ്ഞാണ് എന്ന് അച്ഛനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അച്ഛനെ ഇങ്ങോട്ട് വരുത്തിയിരിക്കുന്നത്. അച്ഛൻ വരുമ്പോൾ കണ്ടോ പറയാനായിട്ട് പോകുന്നത്? പിന്നെ കണ്ടു തന്നെ അറിയാം. ഓ, എന്ത് കാണാൻ? അങ്ങനെയല്ല സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പിങ്കിയുടെ ഫോണിലേക്കൊരു മെസ്സേജ് വരികയാണ്. അപ്പോൾ ആ മെസ്സേജ് എടുത്തതേ ഡാഡിയാണല്ലോ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. മോളെ പിങ്കി മോളെ, അതങ്ങോട്ട് ഓപ്പണാക്കി ഒന്ന് കേൾപ്പിച്ച് കൊടുക്ക് മോഹിനിക്ക് തൃപ്തി ആവട്ടെ. ആ ശരി ചിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് ആ വോയിസ് ഓപ്പണാക്കി കേൾപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രഭു പറയുന്നത്, മോളെ പിങ്കി, നീ എന്നോട് അവിടെ വരാനായിട്ട് പറഞ്ഞു, നിന്റെ വയറ് കാണൽ ചടങ്ങ് നടത്താനായിട്ട്. നിനക്കറിയാലോ, നിന്റെ അമ്മയില്ലാതെ ഇങ്ങനത്തെ കുറേ ചടങ്ങുകളിലൊക്കെ ഒന്നും പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് വളരെ മടിയായ കാര്യമാണ്. അപ്പോൾ ഞാൻ നിന്റെ അമ്മയോട് ചോദിച്ചായിരുന്നു പിങ്കിയുടെ വയറ് കാണൽ ചടങ്ങിന് പോകണ്ടേന്ന്. അത് പറഞ്ഞതും നിന്റെ അമ്മ ഒരു ആട്ടലായിരുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? കണ്ടവൻ്റെ ഗർഭവും അവൾ വയറ്റി ചുമന്നുകൊണ്ട് നടക്കണം, അവളെ എന്തിനാ കാണാനായിട്ട് പോകുന്നത്? നമുക്കതിൽ യാതൊരു ബന്ധവുമില്ല. നന്ദയ്ക്കാണ് അതിലെല്ലാ അവകാശവും ബന്ധമൊക്കെ ഉള്ളത്. അപ്പം പിന്നെ നമ്മളൊന്നും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ പോകാൻ നിൽക്കണ്ട എന്നൊരു കാര്യമാണ് മോളെ എന്നോട് അവൾ പറഞ്ഞത്. പിന്നെ അവളിങ്ങനെയും പറഞ്ഞു, എപ്പോഴെങ്കിലും ഒരു ദിവസം അവളെ കാണാനായിട്ട് പോകാമെന്ന്, അല്ലാതെ ഈ ഒരു ചടങ്ങിന് വേണ്ടിയൊന്നും പോകണ്ടെന്നാണ് മോളെ പറഞ്ഞത്. അതുകൊണ്ട് ഡാഡിക്ക് വരാൻ പറ്റില്ല. മോളെ ഫോൺ വിളിച്ച് പറയാതിരുന്നതേ മോൾ അതും ഇതും പറഞ്ഞുകൊണ്ട് തടസ്സം വെക്കുമെന്ന് ഡാഡിക്ക് അറിയാം. അതുകൊണ്ട് ഡാഡി ഇപ്പോൾ വോയിസ് മെസ്സേജ് ഇട്ടത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി നാണം കെട്ട് തല കുനിച്ചൊരവസ്ഥയായിപ്പോയി. അപ്പോൾ നമ്മുടെ മോഹിനി പറയാണ്, ഏതായാലും ആ പിങ്കിയുടെ അച്ഛന് വകതിരിവുണ്ട്, അയാൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യായി, അതുകൊണ്ടാണല്ലോ കറക്റ്റായിട്ട് പറഞ്ഞത്. ഇനിയിപ്പോൾ മനസ്സിലായല്ലോ കാര്യങ്ങളെല്ലാം. അതിന് അച്ഛൻ വരൂലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വരട്ടെ, വന്ന് സംസാരിക്കട്ടെ, കാണട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. പക്ഷേ അങ്ങേര് വരുന്നത് നന്ദയെ അനുഗ്രഹിക്കാനൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിറ്റയാണെങ്കിൽ, അയ്യോ ഈ പ്രഭുവേട്ടൻ ഇതെന്താ ഈ കാണിച്ചത്? മനുഷ്യനെ നാണം കെടുത്തി കളഞ്ഞു. ഞാനാണെങ്കിൽ വല്ലാതെ ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. അതിനല്ലേ ഈ സാരിയെല്ലാം എടുത്ത് മേടിച്ച് കൂട്ടിയത് ഞാൻ. ഇനിയിപ്പോൾ എല്ലാവരും വരെ നാണം കെടണ്ടേ? മോളെ, ഇനി നിൻ്റെ അച്ഛൻ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? വേണ്ട, അച്ഛൻ വരണ്ടെന്നേ. ഇനി അച്ഛൻ വന്നിട്ട് നന്ദയെ അനുഗ്രഹിക്കാനല്ലേ. ഒന്നും കണ്ടു നിൽക്കാനുള്ള ഇതൊന്നും എനിക്കില്ല. അങ്ങനെ പിങ്കി ആ ഫോൺ എടുത്തിട്ട്, ഡാഡി ഇനി ഡാഡി ഇനിയും വരേ വേണ്ട, ഈ ജന്മത്തിൽ ഡാഡി എന്നെ കാണാൻ വേണ്ടി വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് വോയിസ് അങ്ങോട്ട് അടച്ച് വിടുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പവിത്രത്തേക്ക് പവിത്രയുടെ ഭർത്താവ് പോയിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അങ്ങനെ പവിത്രയുടെ ഭർത്താവും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞല്ലോ. അപ്പോൾ പവിത്ര പറയാണ്, അരുണേട്ടാ, ഞാൻ അരുണേട്ടനോട് ഈ സത്യങ്ങൾ മുഴുവനും നേരത്തെ പറയേണ്ടതായിരുന്നു. ഇതെല്ലാം എൻ്റെ തെറ്റാണ് അരുണേട്ടാ.
അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഏയ് ഇല്ല പവിത്രേ, കാരണം ഇതിനു മുമ്പ് നീ എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് നിന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. ഞാൻ ആകെ പെട്ടുപോയൊരവസ്ഥയിലായാനായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കിതെല്ലാം കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ തോന്നുന്നത്. നീ അറിഞ്ഞുകൊണ്ടൊന്നല്ലല്ലോ. നിന്റെ അറിവില്ലാത്ത പ്രായത്തിൽ അയാളെ കെണിവെച്ച് നിന്റെ അച്ഛൻ ചെയ്തൊരു കളിയാണത്. അപ്പോൾ അത് അതിൻ്റേതായ സീരിയസ്നെസ്സിലെടുത്താൽ മതി. ഞാൻ അത്രയൊക്കെ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട് പവിത്രേ, ഇതെങ്ങാനും വല്യമ്മായി അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ. എൻ്റെ അരുണേട്ടാ, എനിക്ക് പേടിയാവുന്ന അരുണേട്ടാ, എനിക്കറിയാം ആ വല്യമ്മായെ അറിഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ. അല്ലെങ്കിലേ വല്യമ്മായിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാലോ എന്നെ ഉറപ്പായിട്ട് അടിച്ച് പുറത്താകും. അതുണ്ടാകും, ഉറപ്പായിട്ട് അടിച്ച് പുറത്താകും. അരുണേട്ടാ, ഇനി എന്ത് ചെയ്യും അരുണേട്ടാ? നീ പേടിക്കണ്ട പവിത്രേ, നിന്നെ എനിക്ക് സംരക്ഷിച്ചല്ലേ പറ്റുള്ളൂ. നിന്റെ ഭർത്താവല്ല ഞാൻ. അപ്പോൾ എനിക്ക് നിന്നെ അങ്ങനെ കൈ ഒഴിയാനായിട്ട് പറ്റുമോ പവിത്രേ? ഒരിക്കലുമില്ല. ഇതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുൺ നേരെ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഇതേ സമയം തന്നെ മോഹിനിയാണെങ്കിൽ അരുന്ധതിക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇത് ആരാ ഈ ചായ ഉണ്ടെന്ന് കൊടുത്ത് തന്നത്? മോഹിനിയോ? എൻ്റെ ദൈവമേ, ഇതെല്ലാം കാണുന്ന സ്വപ്നമാണോ? ഇന്ന് കാക്ക മലന്ന് പറക്കും. എന്താ വലിയ ഏട്ടത്തി തന്നെ കളിയാക്കുന്നത്? ഞാനൊരു ചായ ഇട്ട് തന്നത് ഇപ്പോൾ വലിയ പ്രശ്നമായോ? അല്ലെങ്കിൽ എനിക്കറിയാം ഏട്ടത്തിക്ക് ലക്ഷ്മി ഏട്ടത്തിയെ മാത്രം ഇഷ്ടമുള്ളെന്ന്. അയ്യോ, ഞാൻ അതൊന്നല്ല, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ മോഹിനി, നീ അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ടായെന്നേ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അരുൺ മനസ്സിൽ ചിന്തിക്കണത്. ആഹാ, ഇത് തന്നെയാണ് പറ്റിയ അവസരം, ഇവരോട് ഇപ്പം പോയി കാര്യങ്ങളെല്ലാം പറയാം എന്നും പറഞ്ഞ് അരുണാണെങ്കിൽ ഗുഡ് മോർണിംഗ് വല്യമ്മായി. ആഹാ, ഇതാരാണ്? അരുണോ? എന്താണ് പതിവില്ലാതൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സന്തോഷത്തിന് കുറവൊന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട് വല്യമ്മായി. പ്രശ്നോ? എന്ത് പ്രശ്നം? അതെ, ഇന്നലെ കടയിൽ പവിത്രയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അയാളോ? എന്തിനാണ് അയാളുടെ കാര്യമൊക്കെ പറയുന്നത്? ഇളക്കാണ്. നിന്റെ കടയിൽ എന്തിനാ അയാൾ വന്നത്? അയാൾ അവിടെ അടിച്ചു ഓടിക്കാറുന്നില്ലേ? പക്ഷേ അയാൾ എന്നോട് വന്ന് പറഞ്ഞ് എന്താണെന്നറിയാവോ? ഒന്നെങ്കിൽ ഡിവോഴ്സ്, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. ഇത് കേട്ട അരുന്ധതി, അയാൾക്ക് 20 ലക്ഷം രൂപയല്ല, 20 തേങ്ങ കൊടുക്കാമെന്ന് പറയടാ. അയാളെ അടിച്ച് പുറത്താക്കിയാണ് വേണ്ടത്. ഞാൻ കുറേ തർക്കിച്ചൊക്കെ നോക്കി. പക്ഷേ അയാൾ എന്നോട് പറയുന്നത്, അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ നീ ശരിക്കും വിവരം അറിയുമെന്ന്. അപ്പം നിനക്ക് നല്ലത് പറയായിരുന്നില്ലേ? കഴുത്തിന് പിടിച്ച് വെളി തല്ലായിരുന്നില്ലേ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷെ ഞാനങ്ങനെ ചെയ്തു വല്യമ്മായി. ഞാൻ അയാളെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളി. ഇത് കേട്ട് ഇവർക്ക് രണ്ടുപേർക്ക് സന്തോഷം തോന്നിക്കണം. മിടുക്കൻ, അങ്ങനെ വേണം, ആണുങ്ങളായാൽ അങ്ങനെ വേണം. പക്ഷേ അതിലും വേറെ വലിയ പ്രശ്നമുണ്ടായി. അയാളെ കള്ളക്കഥയെല്ലാം ഇറക്കുകയാണ്. കള്ളക്കഥയോ? എന്ത് കള്ളക്കഥ? അല്ല, ഞാൻ പറഞ്ഞുതരാം, വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം എന്നും പറഞ്ഞുകൊണ്ട് പവിത്ര ആദ്യം സജയനായിട്ട് കല്യാണം കഴിച്ച കാര്യങ്ങളെല്ലാം മുഴുവനും പറയുകയാണ്. അതൊരു കള്ളക്കഥ എന്ന രീതിയിലാണ് അവിടെ നമ്മുടെ അരുൺ അവതരിപ്പിക്കുന്നത്. ഏത് സജയനായാലും ആരായാലും അവരൊക്കെ ഇങ്ങോട്ട് വന്ന് കള്ളക്കഥയും കൊണ്ട് വന്നു കഴിഞ്ഞെങ്കിൽ രണ്ടിനെ അടിച്ച് പുറത്താക്കും. ഈ അരുന്ധതി ആരാണെന്ന് ഈ സജയനല്ല അജയനാണെങ്കിലും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മോഹിനിയാണെങ്കിൽ വരട്ടേടാ, ആ സജയനും അയാളും ഇങ്ങോട്ട് വരട്ടെ. അയാൾക്കിട്ട് നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പേടി പവിത്രയാണ് മോനെ. കാരണം അവൾ പ്ലേറ്റ് തിരിക്കുമെന്നാണ് എൻ്റെ ഒരു സംശയം. ഇല്ലമ്മേ, ഒരിക്കലുമില്ല. കാരണം ഈ കാര്യങ്ങളെല്ലാം പവിത്ര അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുവേ അവരോടിപ്പോൾ ദേഷ്യമാണ്. അവരെങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കണമെന്ന് തന്നെയാണ് അവളുടെ മനസ്സിലാഗ്രഹം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം നടന്നാൽ മതി. നടക്കുമേ, ഉറപ്പായിട്ടും തന്നെ നടക്കും. ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ സജയൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം, എൻ്റെ ദൈവമേ, ഇപ്പം ഇനി സമാധാനമായി, ഇനിയൊന്നും പേടിക്കാനില്ലല്ലോ. പിന്നീട് കാണിക്കും നമ്മുടെ നന്ദയാണ്. അപ്പം നന്ദയാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട്, അയ്യോ സാറേ ഫാമിലി പ്രോഗ്രാം ഉണ്ടായിരുന്നു സാറേ. എന്തായാലും ആഫ്റ്റർ മാരേജിന് ശേഷം ഇതൊന്നും മുടക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് സാറേ ഏതായാലും അടുത്ത ആഴ്ച മുതൽ ഞാൻ വന്നോളാം സാറേ. ഓക്കെ സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. ഫോൺ വെച്ച് പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ ചിറ്റ പുറത്ത് നിന്ന് ഇങ്ങനെ പരിങ്ങി കളിക്കുകയാണ്. അപ്പോൾ പരിങ്ങി കളിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ, ഇതെന്താണ് ഈ ചിറ്റ, എന്താണ് പുറത്തുനിന്നൊരു പരുക്കം, എന്തോ പ്ലാൻ ഉണ്ടല്ലോ. അപ്പോൾ വരുന്നു ഓർഡറുമായിട്ട് ഒരു ചെറുക്കൻ. അപ്പോൾ ആ ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് പാഴ്സൽ മേടിക്കുകയാണ്. പാഴ്സൽ മേടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ, ഈ തള്ളത് എന്തിനുള്ള പരിപാടിയാ? അങ്ങനെ ചിറ്റ അങ്ങോട്ട് ഈ സാധനം സാരി വെച്ച് മറച്ചു പിടിച്ചിട്ട്
ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ ചിറ്റേ അവിടെ നിന്നേ. അപ്പോൾ ചിറ്റയാണെങ്കിൽ അത് കാണാതെ പിടിച്ചിരിക്കുകയാണ്. എന്താ ചിറ്റേ, അവിടെ എന്തോ ഒരു ചിറ്റിക്കളി? ഏയ്, പുറത്ത് പോയി കുറച്ച് വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ച് പോയതാണ് നന്ദേ. ഹോഹോ, അപ്പോൾ ഓർഡറൊന്നും മേടിച്ചില്ല ചിറ്റ? ഒരു ഓർഡർ പയ്യൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ പയ്യൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഭക്ഷണ സാധനം മേടിക്കുന്നതായിട്ട് ഞാൻ കണ്ടല്ലോ. ഓ, അപ്പം നീ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് അത് വെളിയിൽ അങ്ങോട്ട് എടുക്കുകയാണ്. ദേ ചിറ്റേ, ഇത് എങ്ങോട്ടുണ്ടോ ചിറ്റേ? അത് നീ എന്തിനറിയുന്നത്? ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? അത് നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. ദേ ചിറ്റേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പിങ്കിക്ക് ഇതേപോലുള്ള സാധനങ്ങളൊന്നും കഴിക്കാനായിട്ട് പാടില്ല. അത് ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ ഞാനെന്ത് വേണം? എനിക്ക് ഓർഡർ ചെയ്യണം തോന്നി, ഞാൻ ഓർഡർ ചെയ്തു, ഞാൻ വരുത്തി. അതിന് നീ എന്തിനാണ് നന്ദി തലയിടുന്നത്? ഇതിൻ്റെ കാര്യമൊന്നുമില്ല, നല്ല കൂത്തായി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചിറ്റ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം നന്ദയ്ക്ക് ഭയങ്കരമായിട്ടും കലി വരികയാണ്. ഏതായാലും പിങ്കിക്ക് ഇഷ്ടമുള്ള എന്തോ സാധനമാണ് വരുത്തിയിരിക്കുന്നത്. അതെങ്ങനെയും തടഞ്ഞേ കണ്ടുപിടിച്ചേ മതിയാവോള് എന്നും പറഞ്ഞുകൊണ്ട് നന്ദ രണ്ടും കൽപ്പിച്ച അങ്ങനെ നമ്മുടെ പിങ്കിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ആ ചിറ്റ കിട്ടിയില്ലേ, പിന്നെ അല്ലാതെ ചിറ്റ ഒരു കാര്യം ഓർഡർ ചെയ്തത് കിട്ടാതിരിക്കുമോ? അതേ ഇന്നാ പിടിച്ചോ. ഓ, പൊറോട്ടയും ബീഫ് കറിയെ തന്നെയല്ലേ? അതെ, പൊറോട്ടയും ബീഫ് ഫ്രൈ തന്നെയാണ്. അപ്പോൾ എൻ്റെ ചിറ്റേ, എനിക്കിത് ഓർക്കുമ്പോൾ തന്നെ കൊതിയാവുന്നു. എത്ര നാളായി ചിറ്റ ഇതൊക്കെ കഴിച്ചിട്ട്. ആ നന്ദ ചുറ്റിനുള്ളതുകൊണ്ടേ ആകെ പ്രശ്നമാണ് ചിറ്റേ. മോളെ, എത്രയും പെട്ടെന്ന് കഴിച്ചോളേ, അല്ലെങ്കിൽ നന്ദ ഇപ്പം എന്നെ പിടിച്ചതേ ഉള്ളൂ. ഇതിൽ എന്താണെന്നൊക്കെ ഉള്ളത് എന്നോട് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞൊന്നുമില്ല. അവൾ പിടിക്കും. കാരണം ഡോക്ടർ പറഞ്ഞത് റെഡ് മീറ്റ് കഴിക്കാൻ പാടില്ലെന്നാണല്ലോ. അപ്പോൾ അവൾക്കൊരു സംശയമൊക്കെ തോന്നും. പിന്നെ ചിറ്റ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഞാൻ മീൻ തന്നെ പിന്നെ കുറച്ചൊക്കെ കഴിക്കും. പിന്നെ ചിക്കൻ ആണെങ്കിൽ നല്ല പീസ് ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരിയൊക്കെ കഴിക്കും. എനിക്കിഷ്ടം കൂടുതൽ വെജിറ്റബിൾസാണ്. വെജിറ്റേറിയനാണ് ഞാൻ. എൻ്റെ പൊന്ന് ചിറ്റേ, അപ്പോൾ കോയമ്പത്തൂർ പോയി താമസിച്ച് ശരിക്കും അടയും തൈരും ഒക്കെ പോലെ ആയിപ്പോയല്ലേ? ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതുപോലെയൊക്കെ തന്നെയാണ്. എനിക്കതാ മോളെ ഇഷ്ടം. പക്ഷേ ഈ ബീഫ്, എൻ്റെ പൊന്നോ, ഞാൻ ചെറുതിലേ മുതൽ ബീഫ് കഴിച്ചിട്ടില്ല. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എൻ്റെ പൊന്ന് ചിറ്റേ, ഒന്ന് ട്രൈ ചെയ്ത് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു ട്രൈയും വേണ്ട മോളെ, നീ പെട്ടെന്ന് കഴിക്കാനായിട്ട് നോക്ക്. അങ്ങനെ നമ്മുടെ ഈ പിങ്കി ആണെങ്കിൽ പൊറോട്ട എടുത്ത് വെച്ച് ബീഫ് ഫ്രൈ എടുത്ത് മുന്നിൽ വെച്ചേക്കാണ്. ദൈവമിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ കൊതിയാവുന്ന ചിറ്റേ ഈ പൊറോട്ടയില്ലേ നന്നായിട്ട് പിച്ചി ഇട്ട് അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് ഈ ബീഫ് ഫ്രൈയിലൊന്ന് മുക്കി അത് വായിൽ വെച്ച് നല്ല ചവച്ചരച്ച് കഴിക്കുമ്പോഴുള്ള ഒരു സുഖമില്ലേ, ആ രുചി, അതൊന്നും പറഞ്ഞറിയിക്കാൻ പാടാത്ത രസം തന്നെയാണ്. എൻ്റെ പൊന്നു പിങ്കി, നീ ബീഫിനെ കുറിച്ച് എന്തോ പറഞ്ഞാലും ബീഫ് ഇഷ്ടമുള്ളവരുടെ വായെന്നൊക്കെ വെള്ളം ഒഴുകും. പക്ഷേ ഈ ചിറ്റയുടെ വായെന്ന് ഒരു തുള്ളി വെള്ളം പോലും ഒഴുകില്ല. എനിക്കിപ്പോഴും പ്രിയം ഈ വടയും തൈരും ഒക്കെയാണ്. ഞാൻ അതിലൊക്കെ അഡിക്റ്റായി പോയി മോളെ. ഈ ബീഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ചിറ്റേ, ഞാൻ അവസാനോട് ചോദിക്കുകയാണ്, വേണോ? വേണ്ടെന്ന്, നീ കഴിക്ക്. അങ്ങനെ ആ ഒരു പീസ് ചിക്കൻ എടുത്ത് ബീഫ് എടുത്ത് കഴിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഡോറി വന്ന് പടപടാന്ന് പറഞ്ഞ് മുട്ടുകയാണ്. ദൈവമേ, ഈ കറക്റ്റ് സമയത്ത് ഇത് ആരാ വന്നത് ചിറ്റേ? അവളായിരിക്കും ആ നന്ദ, അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടി വന്നതായിരിക്കോ? അപ്പോൾ വീണ്ടും നന്ദയാണെങ്കിൽ പിങ്കി, അയ്യോ ആ നന്ദപ്പിശാശ് തന്നെയാണ്. ഇവൾക്ക് എന്തിനാണെന്നാവോ ഇപ്പം ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, അവൾക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്ന്. അതുകൊണ്ടാണ് മോളെ. എന്തായാലും ചിറ്റേ, ഇത് കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. ഒരു കാര്യം ചെയ്യ്, ചിറ്റ ഇവിടെ ഇരിക്കുക. ചിറ്റക്ക് ഓർഡർ ചെയ്തെന്ന് പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ചിറ്റനെ ആ ബീഫിൻ്റെ മുന്നിൽ അങ്ങനെ ഇരുത്തുകയാണ്. എന്നിട്ട് നമ്മുടെ പിങ്കി പോയി ആ കഥക് തുറക്കുകയാണ്. എന്താ നന്ദേ? പിങ്കി, നീ എന്താ ഇവിടെ എന്തെങ്കിലും ചെയ്യുക? നീ എന്തോ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിയെന്ന് പറഞ്ഞല്ലോ. അതെ, ഓർഡർ ചെയ്ത് വരുത്തി. നിന്നോട് പറഞ്ഞിട്ടല്ലേ ഡോക്ടർ വറുത്തതും പൊരിച്ചതും ഈ റെഡ് മീറ്റ് ഒന്നും കഴിക്കരുതെന്ന്? പിന്നെ നീ എന്തിനാ അതെല്ലാം ഓർഡർ ചെയ്ത് വരുത്തിയത്? അത് കൊള്ളാം. ഞാനിവിടെ ഓർഡർ ചെയ്ത് വരുത്തിയതേ അത് ചിറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയാ. ഓ, ചിറ്റക്ക് കഴിക്കാൻ വേണ്ടിയാണോ? അതെ, ചിറ്റക്ക് കഴിക്കാൻ വേണ്ടി തന്നെയാണ്. വേണമെങ്കിൽ വിശ്വാസമില്ലേ, നീ കയറി നോക്കിക്കോ. കയറി നോക്കും, നോക്ക്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ചിറ്റ ഈ ബീഫിൻ്റെയും പൊറോട്ടയുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ഓ, അപ്പം ചിറ്റക്ക് കഴിക്കാൻ വേണ്ടിയാ മേടിച്ചല്ലേ? എന്നിട്ടെന്താ ചിറ്റ ഒരു തുള്ളി പോലും കഴിക്കാത്തത്? അപ്പം നമ്മുടെ പിങ്കി ആണെങ്കിൽ, ചിറ്റേ അതെന്താ ചിറ്റ കഴിക്ക് ചിറ്റേ. അപ്പോൾ ചിറ്റയാണെങ്കിൽ ഈ ബീഫ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലല്ലോ. ഞാൻ കഴിച്ചോളാം. എന്നാൽ കഴിക്ക് ചിറ്റേ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും വിളിച്ചു കൂട്ടുവേ, അല്ലെങ്കിൽ പ്രശ്നമാകും. അങ്ങനെ ചിറ്റ
എന്തോ അരച്ചരച്ച് ഛർദ്ദിക്കാൻ വന്ന രീതിയിൽ ആ ബീഫിൻ്റെ ഒരു കഷ്ണം എടുത്ത് അങ്ങോട്ട് കഴിക്കുകയാണ്. ചിറ്റക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് ഒരു രക്ഷയില്ല. എന്താ ചിറ്റേ ഇച്ചിരി കഴിച്ചിട്ട് ബാക്കി വെച്ചത് ഫുള്ള് കഴിക്കണം, കഴിക്ക് ചിറ്റേ. അങ്ങനെ ചിറ്റ ആ മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെ അത് ചിരിച്ചിരി ഇങ്ങനെ കഴിക്കുകയാണ്. നമ്മുടെ പിങ്കിക്കാണെങ്കിൽ ആ ഒരു സലാഡും കൊണ്ടേ കൊടുക്കുകയാണ്. ദേ പിങ്കി, ഇനി താഴ്ത്ത് വന്ന് നീ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്കുള്ള ഭക്ഷണം ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്ക്. ദേ ക്യാരറ്റ് കഴിക്ക്. ഞാൻ കഴിച്ചോളാം. എങ്കിൽ പിന്നെ കഴിക്ക്, നല്ലതാ എന്നും പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു, സീ അഗൈൻ, ബൈ.